ധാരാ കൊണ്ടുവന്നേ? മുഖം എനിക്ക് ഓർമ്മയില്ല. സാറിന് തരാൻ കുറച്ച് മധുരപലഹാരങ്ങളാണെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്ത് മുഖം അഡ്രസ് നോക്കാൻ? ഹലോ, ഞാൻ തന്നെയാണ് സാർ. ഇപ്പൊ വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞ നുണയല്ലാന്ന്? സാറിന്റെ ജോലി ഞാൻ സ്വയം ഏറ്റെടുത്തു. അവരിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾ സാറിന്, വേറൊന്നുകൂടെ കിട്ടി, പണം. അത് ഞാൻ എടുത്തു. ഞാനൊരു പ്രാരാബ്ധക്കാരനല്ലേ സാറേ. ആ പിന്നെ ഒരു കാര്യം, ആ സാധനം എത്രയും വേഗം നശിപ്പിച്ചേക്കണം. ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള മുതലാത്. സാറിന് വേണ്ടാത്ത വല്ല ടെംപ്റ്റേഷനും തോന്നിയാലോ? ദേഷ്യം തോന്നരുത്, നമ്മളൊക്കെ മനുഷ്യരല്ലേ സാറേ. എപ്പോഴാ മനസ്സ് മാറുക എന്ന് പറയാൻ ഒക്കില്ലല്ലോ. എനിവേ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഹലോ, ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? കണക്ട് മീ ടു യുവർ ജെഇ പ്ലീസ്. ഗുഡ് മോർണിംഗ്, ഐ എം ശേഖർ, CI ശേഖർ. ഒരു ഉപകാരം ചെയ്യണം. സ്റ്റേഷനിലേക്കും എൻ്റെ വീട്ടിലേക്കും വരുന്ന ടെലിഫോൺ കോൾസിൻ്റെ നമ്പറുകൾ ഒന്ന് ട്രേസ് ചെയ്യണം. കുറച്ച് ദിവസത്തേക്ക് മതി. ഏത് ഏരിയയിൽ നിന്നാണെന്നൊന്ന് മനസ്സിലാക്കിയാലും മതി. പ്ലീസ്, റിക്വസ്റ്റ് എഴുതി കൊടുത്തോളാം. താങ്ക് യു. എന്തിനാണ് സൂചി പിടിച്ചതിരിക്കണേ? അത് പൊട്ടിപ്പോയാലോ? ഇത് നടക്കുന്നില്ല. നടക്കുന്നില്ലേ പിടിച്ചതിരിക്കണോ? താൻ ഏതാ? വാസുദേവൻ സാർ എവിടെ? ഏത് വാസുദേവൻ സാറ്? ഏത് വാസുദേവൻ സാറോ? അപ്പൊ താൻ എങ്ങനെ അകത്ത് കയറി? നിങ്ങളാരാ? പപ്പേട്ടന്റെ ഉമ്മയാ? പപ്പേട്ടനോ? അതാരാ? ഇവൻ പൂട്ട് പൊളിച്ച് അകത്ത് കടന്നതാണോ എന്റെ ഈശ്വര? പപ്പേട്ടാ, പപ്പേട്ടാ. ആ അകത്തുണ്ടായിരുന്നോ? സാറിന്റെ പേര് പപ്പൻ എന്നാണോ? ആ അങ്ങനെ ഒരു പേരെനിക്കുണ്ട്. കമ്പനി എല്ലാവരും അങ്ങനെയാ വിളിക്കുക. ഞാനെങ്കിലും പോയി കുറച്ച് ചായ ഉണ്ടാക്കി, ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കൂടെ പണിയെടുക്കുന്ന ആളായിരിക്കും അല്ലേ? ആ അതെ അതെ. ആ അപ്പൊ സാറേ, ഓട്ട് കമ്പനിയിൽ അവിടെയുള്ള ഒരു കളരി ഗുരുക്കലില്ലേ, അയാൾക്കൊരു മോളുണ്ട്. പഠിപ്പധികമില്ല, പക്ഷെ നല്ല ഓരോ തടി. സാറിന് ചേരും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ പോയി ചായ ഉണ്ടാക്കി. ചില്ലറ പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ത്രീയാ. നിങ്ങളെ ശരിക്കുള്ള പേരെന്താ? പപ്പ, വാസുദേവ്, പിന്നെന്താ ലൂയിസാ? ഏത് പേരാ ജമാലിന് ഇഷ്ടം? പേരിനല്ലല്ലോ ഇഷ്ടപ്പെടുക, മനുഷ്യനെയല്ലേ. ജമാലിന് കുറച്ച് കാര്യവിവരമൊക്കെ ഉണ്ടല്ലോ. തന്റെ ബാവൊക്കെ എപ്പോഴാ ഗോവയെന്ന് വരിക? അത് മൂപ്പരുടെ വീട്ടുകാർക്കും അറിയില്ല. ചോറ നമ്മളെ പുരയിലിരുത്തി പൊറപ്പിക്കണില്ല. പെരുന്നാൾ അടുത്തല്ലോ, കുട്ടിയൊക്കെ കോടിക്കുപ്പായം വേണമെന്ന്. അതിനു മുമ്പ് ബാബുക്ക വരാണ്ടിരിക്കില്ല. ഉവയത്ത് നളിയൻ്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂറയുടെ കരച്ചിലത് വേറെ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അയ്യോ, ഇതൊക്കെ വലിയ വില പിടിച്ചതാ. പിന്നെ വെറുതെ കിട്ടുവോ? അതൊന്നും സാരമില്ല ജമാലെ. ഇത്ര നല്ലതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഉമ്മ വഴക്ക് പറയും. സൂറക്കും മക്കൾക്കും ഓരോ ജോഡി ഉടുപ്പ് മതി, വെറുതെ തന്നെ പൈസ കളയുന്നത്. ജമാല് ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ വാങ്ങിച്ചിരുന്നത്, എന്റെ ഇഷ്ടത്തിനല്ലേ. എന്നാലും പൈസ ആരുടെ ആയാലും പൈസ തന്നെയല്ലേ? അതെ, നിങ്ങൾ ബില്ല് എഴുതിക്കോ. ആ ബില്ലൊക്കെ എടുത്ത്. ഹലോ ഹലോ, നിങ്ങളുടെ അല്ലേ? ആ ആനി നല്ല ആളാ. എന്താ ഫോൺ ചെയ്യാതിരുന്നത്? കൊള്ളാം. ഞാൻ എത്ര തവണ ട്രൈ ചെയ്തെന്നറിയോ? നിങ്ങളുടെ ലൈൻ എന്തോ തകരാറുണ്ട്. എപ്പോ വിളിച്ചാലും എൻഗേജ്ഡ്. ഞാൻ വിചാരിച്ചു എന്നോടെന്തോ ദേഷ്യമാണെന്ന്. നല്ല കാര്യായി. ആനിയോട് ദേഷ്യപ്പെടാൻ എനിക്ക് ജമ്മത്ത് സാധിക്കില്ല. ഇപ്പോഴും ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയോ? ആ അതെ അതെ, ഇപ്പൊ ഓഫാ. വീട്ടിൽ തനിച്ച് നിന്നിട്ട് മഹാബോർ. ആനിയാണെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വെറുതെ ഒന്ന് പുറത്തിറങ്ങിയത്. കള്ളം. വെറുതെ പുറത്തിറങ്ങുന്നവരെങ്ങനെ ഇവിടെ എത്തുന്നത്? ഞാൻ വന്നത് എന്തിനാന്ന് പറഞ്ഞാ ആനി വിശ്വസിക്കില്ല. ആനിക്ക് എന്തെങ്കിലും ഒരു പ്രസന്റ് വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. എനിക്കെന്തിനാ പ്രസന്റ്? അന്ന് ആ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രസന്റാണ് ടോണിയുടെ സ്നേഹം. ഞാൻ ഭാഗ്യവാനാണ്. പഠിപ്പ് കഴിഞ്ഞ ഉടനെ എന്റെ കല്യാണം നടത്താൻ തിരക്കിട്ട ആലോചനകളായിരുന്നു ഡാഡി. മമ്മി ഇല്ലാത്തോണ്ട് ഉത്തരവാദിത്തം ഡാഡിക്കാണല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാന്ന്. ഭയങ്കര ധൈര്യം തന്നെ. ആളുകൾ ശ്രദ്ധിക്കുന്നെന്ന് തോന്നുന്നു. ആനി നടന്നോളൂ. എന്നെ എന്താ വീട്ടിലേക്ക് ക്ഷണിക്കാത്തെ? ഒരു ദിവസം ഞാൻ ക്ഷണിക്കും, അപ്പൊ വന്നാ മതി. ആളുകൾ നോക്കുന്നുണ്ട്. നമുക്ക് പുറത്തെവിടെങ്കിലും പോവാം. പുറത്തെവിടെ? ആളുകൾ അധികം ഇല്ലാത്തടത്ത്. ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ആള് വരും എന്ന് പറഞ്ഞാ ബില്ലെഴുതി ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റൂ? ആള് പുറത്തെവിടെയോ നിൽപ്പുണ്ട്.
എന്താ അയാളുടെ പേര്? ഞാൻ പോയി നോക്കാം. പേര് പപ്പൻ, വാസുദേവൻ, ടോണി. സൂറേന്റെയും കുട്ടികളുടെയും മുഖം കാണാൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു. പടച്ചോൻ പപ്പേടനെ കാക്കും. എന്നോട് പടച്ചോന്റെ നിലപാട് എന്താണെന്ന് എനിക്കിതുവരെ വ്യക്തമായിട്ടില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അഴിമതി എന്ന ദുരന്തം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇന്ന് കൃത്യം 3 മണിക്ക് അജന്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സിംബോസിയം ബഹുമാനപ്പെട്ട മന്ത്രി വേളയിൽ ചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്നു. കള്ളപ്പണത്തിനെതിരെ, കരിഞ്ചന്തക്കെതിരെ വടവാൾ ഉയർത്തുന്ന വേളയിൽ ചാണ്ടി ഇന്ന് കൃത്യം 3 മണിക്ക് നഗരത്തിൽ എത്തിച്ചേരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വേളയിൽ ചാണ്ടി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഈ വേളയിൽ അഴിമതിയെക്കുറിച്ചും കള്ളപ്പണത്തെ പറ്റിയും സംസാരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഇംഗ്ലീഷുകാരനെ ഇവിടുന്ന് കെട്ടിച്ചു. പക്ഷേ ഞാൻ സംതൃപ്തനല്ല. ഞാൻ വിഭാവനം ചെയ്ത ഇന്ത്യ ഇതല്ല. രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടന്ന കാലം മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ താലോലിച്ചിരുന്ന ഒരു കൊച്ചു സ്വപ്നമുണ്ടായിരുന്നു. പത്രക്കാർ പറയുന്നത് പോലെ മന്ത്രിയാവുക എന്ന മോഹമായിരുന്നില്ല അത്. ഈ നാട്ടിലെ അധ്വാനിക്കുന്ന തൊഴിലാളികളെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഇന്ത്യയോട് ചില കടപ്പാടുകളുണ്ട്. അത് പൂർത്തീകരിക്കാൻ, കള്ളപ്പണവും അഴിമതിയും ഈ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റാൻ എന്റെ വിശുദ്ധമായ കരങ്ങൾക്ക് ശക്തി തരും. എന്റെ പൊന്നു ലൂസി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങളൊക്കെ വന്നിട്ട് കുറെ നേരം ആയോ? ഇല്ല, സാറിന്ന് വരുമെന്ന് അറിഞ്ഞപ്പോ പിന്നെ നന്നായി, വളരെ നന്നായി. സാറിനെ കാണാനും നിവേദനം തരാനും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് കുറെ കൃഷിക്കാർ വന്നിട്ടുണ്ട്. അവരോട് നിവേദനങ്ങളൊക്കെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് എന്തെങ്കിലും കൃഷിക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറയൂ. ഓ ശരി. കൃഷിക്കാരെ കൊണ്ടുള്ളൊരു ശല്യം. ഇരിക്കൂ. എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? ഒരു ദിവസം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇല്ലേ? ഉവ്വ്. പിന്നെ എന്തിനാ നാട്ടുകാർ ഈ മന്ത്രിസഭയെ കുറ്റപ്പെടുത്തുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. വേളയിൽ ചാണ്ടി അഴിമതിക്കാരനാണ്, കള്ളപ്പണക്കാരനാണ് എന്നൊക്കെയല്ലേ ആരോപണം. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനാ ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. അതെന്തായാലും സാറിന്റെ ഇമേജ് വർദ്ധിപ്പിക്കും. ചെറ്റക്കുടിലിൽ ജനിച്ചവൻ ദന്തഗോപുരത്തിൽ എത്തിയത് എങ്ങനെയാന്നാ ചില പട്ടികളുടെ ചോദ്യം. സ്വന്തം പ്രയത്നം കൊണ്ട്. യേശുക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലല്ലേ? ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ആളാ. എങ്ങനെ ഇവിടം വരെ എത്തി? സ്വന്തം പ്രയത്നം കൊണ്ട്. കർത്താവ് വന്നിട്ടുണ്ട്. കർത്താവോ? അതെ, നമ്മുടെ ഗോപിനാഥൻ കർത്താവേ, ആ ഹോട്ടൽ മുതലാളി. ഔ, എന്റെ ജീവൻ പോയി. അയാളോട് തൊട്ട അപ്പുറത്തെ മുറി പോയി കുത്തിരിക്കാൻ പറ. ഓ, ഞങ്ങൾ എന്നാ താമസിപ്പിക്കുന്നില്ല. സ്പിരിറ്റിന്റെ ലൈസൻസ് ഇപ്രാവശ്യവും. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. എന്താ അത്? കൈക്കൂലിയല്ല, ഫണ്ടിലേക്ക്. ഇട്ടോളൂ, മേലേക്ക് മേലിട്ടോളൂ. ഇനി പൊക്കോളൂ.